വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി. ഇന്ന് നമ്മളൊരു ചുരിദാർ ടോപ്പാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മുടെ ഈ മെറ്റീരിയൽ വെച്ചിട്ടാണ് ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. ലൈനിങ് ആയിട്ട് നമ്മൾ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് കൊടുക്കുന്നത്. ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കുമുള്ള ക്ലോത്ത് നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെഷർമെൻറ്റ്സ് ഒക്കെ അടയാളപ്പെടുത്താം. ഷോൾഡർ നമുക്ക് 7.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ബോട്ട് നെക്ക് പോലെ വന്നിട്ട് ട്രാൻസ്പെറൻറ്റ് നെക്ക് കൂടി വന്നിട്ടുള്ള ഒരു മോഡലാണ്. ആം ഹോളും 7.5 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഈ പോർഷനിൽ നിന്നും ഇതുപോലെ വരച്ച് കൊടുക്കാം. ചെസ്റ്റ് 9.25 ആവശ്യമായിട്ടുള്ളത്. ചെസ്റ്റ് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പോർഷനിൽ നിന്നും 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ആം ഹോള് കേർവ് ചെയ്ത് കൊടുക്കാം. ഷേപ്പ് പോർഷനിലെ ലെങ്ത് 14 ഇഞ്ചാണ്. ഷേപ്പ് പോർഷനിലെ വിഡ്ത്ത് 8.5 ഇഞ്ചാണ്. ഒരു 2 ഇഞ്ച് കൂടി സീം അലവൻസ് ആഡ് ചെയ്ത് 10.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് വരച്ച് കൊടുക്കാം. സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ ടോപ്പ് ചെയ്യുന്നത്. സ്ലിറ്റ് പോർഷനിലെ ലെങ്ത് 21 ഇഞ്ചാണ്. സ്ലിറ്റ് പോർഷനിലെ വിഡ്ത്ത് 11 ഇഞ്ചാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. 11 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഒരു 1 ഇഞ്ച് നമുക്ക് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം. ബോട്ടം പോർഷനിലെ വിട്ട് കൊടുക്കുന്നത് 13 ഇഞ്ചാണ്. ഈ പോർഷനിലായിട്ടാണ് 13 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. മെഷർമെൻറ്റ് ടേപ്പ് ഇതുപോലെ വെച്ചതിന് ശേഷം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ വരച്ച് കൊടുക്കാം. ഇതുപോലെയാണ് വരച്ചിരിക്കുന്നത്. നമ്മുടെ സ്ലിറ്റഡ് ടോപ്പിൻ്റെ മെഷർമെൻറ്റ്സ് ഇത്രയുമാണുള്ളത്. ഇനി നമുക്ക് ഇത്രയും പോർഷനിങ് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ടോപ്പിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവിനുള്ള ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവ് സാധാ 3/4 സ്ലീവാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ബാക്ക് പോർഷൻ്റെ നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. നെക്ക് വിഡ്ത്ത് 3.25 ഇഞ്ചാണ് കൊടുക്കുന്നത്. നെക്ക് ലെങ്ത് 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇതുപോലെ നമുക്കൊന്ന് വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ നെക്കിങ് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ വരച്ച പോർഷനിലൂടെ നമുക്ക് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ബാക്ക് പോർഷനിലായിട്ട് നമുക്ക് ചെറിയ ഒരു ഓപ്പണിംഗ് കൊടുക്കാം. ഇതുപോലെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് കട്ട് ചെയ്യാം. ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന നമ്മുടെ നെക്കിൻ്റെ പോർഷനാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നത്. നെക്ക് വിഡ്ത്ത് നമുക്ക് 4.25 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. നെക്ക് ലെങ്ത് 6.25 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന നെക്കിൻ്റെ പോർഷൻ വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഔട്ടർ പോർഷനും അതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് ട്രാൻസ്പെറൻ്റ് നെക്കിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ലൈനിങ് ക്ലോത്തിലാണ് വയ്ക്കേണ്ടത്. ഇനി നമുക്ക് ഈ പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഈ പോർഷൻസിലൊക്കെ കട്ട്സുകൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ ലൈനിങ് ക്ലോത്തിൻ്റെ പോർഷൻ ഇതുപോലെ വെച്ച് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ക്യാൻവാസിൻ്റെ ഈ പോർഷൻ ഇതുപോലെ തിരിച്ച് നെക്കിൻ്റെ പോർഷൻ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മുടെ ട്രാൻസ്പെറൻറ്റ് നെക്ക് വരുന്ന പോർഷൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ മെയിൻ ക്ലോത്ത് എടുത്ത് നെക്കിൻ്റെ പോർഷനിലായിട്ട് ഇതുപോലെ വെച്ച് നമ്മുടെ മെയിൻ ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ട്രാൻസ്പെറൻറ്റ് നെക്ക് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. നെക്കിൻ്റെ പോർഷൻ ഇതുപോലെ നമുക്ക് ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നെക്ക് വിഡ്ത്ത് 3.25 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. നെക്ക് ലെങ്ത് 3.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ പോർഷൻ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ പോർഷൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെയാണ് നമ്മൾ നെക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതുപോലെയുള്ള ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് നെക്കിൻ്റെ പോർഷൻ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ട്രാൻസ്പെറൻറ്റ് നെക്ക് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്.
ക്രോസ് പീസ് വെച്ചിട്ട് ബാക്ക് പോർഷൻ്റെ നെക്കും ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷനിൽ നമ്മൾ ഇതുപോലെയാണ് ഓപ്പണിംഗ് വരുന്നത്. ഈ പോർഷനിലായിട്ട് ഒരു ലൂപ്പ് കൊടുക്കുന്നുണ്ട് ബട്ടൺ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് ബോഡി പോർഷൻ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. നമ്മുടെ ട്രാൻസ്പെറൻറ്റ് നെക്ക് വച്ചിട്ടുള്ള ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ട്രാൻസ്പെറൻറ്റ് നെക്ക് വന്നിരിക്കുന്നത്. സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ ടോപ്പ് ചെയ്തിരിക്കുന്നത്. 3/4 സ്ലീവാണ് കൊടുത്തിരിക്കുന്നത്. 2.5 മീറ്റർ ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻസുകളൊക്കെ അറിയിക്കണം. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.